ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെ കീർത്തി അമ്മ എനിക്ക് ലേറ്റായി, ഞാൻ കോളേജ് പോവാം. കീർത്തി എന്തോ അമ്മ? PTS മുമ്പ് അവർ വരാൻ പോവാ, അതുകൊണ്ട് എൻ്റെ റൂമിൻ്റെ അടുത്ത് അതൊക്കെ കീർത്തി പറഞ്ഞേക്ക്. മേലെ എത്ര റൂമുണ്ട് മോം? മേലെ എത്ര റൂമുണ്ട് പറയാം മമ്മി? മേലെ റൂം നിറയെ ഉണ്ടല്ലോ മോം. ബെഡ്റൂം 10 ബെഡ്റൂം ഉണ്ട് മോം. ബാക്കിയെല്ലാം ഓക്കെ. വീട്ടിലവർ താമസിക്കട്ട് മോം. എന്നാ നീ പറയണം മോം? ശരി പറയിക്ക്, അവർ താമസിക്കാൻ പോകുന്നത്. ശരി മോം, ഞാനിവിടെ ഇറങ്ങട്ട. അയ്യൊടി പാവി മോം. അത് അമ്മ ഇപ്പോൾ നമ്മൾ ഗസ്റ്റ് ഹൗസിലാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകണ്ടേ മോം? അടിപ്പാവി, ഇത് ഗസ്റ്റ് ഹൗസാണ്. ഗസ്റ്റ് ഹൗസ് പറഞ്ഞാൽ ഇവിടെ താമസിച്ച ഒരു പ്രശ്നമില്ലല്ലേ മമ്മി? നമ്മൾ ഹൗസൊക്കെ പോകുന്നില്ലേ? ഇല്ലടി, ആ വീട്ട് കുറച്ച് റെനോ ചെയ്യുന്നത്, അത് കുറച്ച് ചേഞ്ച് ആക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിക്ക് വേണ്ടി അത് കുറച്ച് മാറ്റി വരുത്തി വയ്ക്കുന്നത് അച്ഛ. എന്താ മമ്മി പറയുന്നത്? അതെടി, ആ വീട്ടിന് മമ്മി ഡാഡി അതൊക്കെ ഇപ്പോൾ അതായിട്ട് ഹീറോയ്ക്ക് വെച്ച് കൺഫ്യൂസായിരുന്നു. ശരി ഡാ, ഹീറോ വീട്ടിലുണ്ടോ? ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. ഹോട്ടലാണ് ഗസ്റ്റ് ഹൗസ്, വലിയ വീടാണ്. ഹീറോയോടൊന്ന് പോയി. അമ്മയുടെ ഒരു കഷ്ടം. അങ്ങനെ കോളേജൊക്കെ പോയിരുന്നു ഹീറോയി. PTS മെമ്പർ വരുന്നതാണ് എന്ന് കീർത്തിയോട് പറഞ്ഞു. കീർത്തി കണ്ടേക്കാതെ കോളേജിലേക്ക് പോയി. ഹായ് മച്ചി റോസി. ഹായ് എടി മച്ചി, PTS മെമ്പർ വരാൻ പോകുന്നത്. എന്നിട്ട് ഡാഡിനെ കമ്പനിക്കല്ലേ വരുന്നത്? അതെടി കീർത്തി, നീന് കേപ്പപ്പായിടും അല്ല, നീ ആക്ടർ ആകാൻ പോവാണോ? എടി എനിക്ക് ആക്ട്രസ് അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, അത് നിനക്കറിയില്ലേ? അറിയൂ. നീ കൂടുന്നോ? ഇല്ലടി ചേച്ചി, ഞാൻ കൂടുന്നില്ല. ശരി ഓക്കേടി. അവളെവിടെ? സാഡായിട്ട് വരാൻ തുടങ്ങി. പ്രിയ, എന്തടി പറ്റി? ഒന്നില്ല കീർത്തി, ഡാഡി എനിക്ക് ഒരു പെട്ടും തരില്ലടി. ഇതേടി, അത് കീർത്തി ശരിക്കായി ഒരു പെട്ടില്ലടി. ഇപ്പോൾ കോളേജ് ടൈമാണ്. ഹീറോയി പറയാതാണ്, എൻ്റെ കൂടെ വരാൻ പറ്റുമോ? എവിടെയൊക്കെ? മാടിക്ക് കൂടെ വാ. അങ്ങനെ ഹീറോയി പറഞ്ഞു ബാഗ് എടുത്തു. മച്ചി ബാഗിന് എടുത്തോ? അതിവിടെ വെക്കില്ല ബാഗ്. ഇപ്പോൾ കോളേജ് സ്റ്റാർട്ടാവില്ല, കുറച്ച് നേരം കഴിഞ്ഞ് കോളേജ് സ്റ്റാർട്ടാവും. ഇപ്പം ആരുമില്ല. നമ്മളെത്ര മണിക്ക് വന്നത്? അതോടെ നീ വേഗം വരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം വന്നതാ. ഇപ്പം എത്ര മണിയായി? ഇപ്പം ഇത്ര മണിയായി അങ്ങനെ പറഞ്ഞു. അത് കേട്ടില്ല, അവർ പോയി. ബാഗ് ഹീറോയി തുറന്നു കേട്ട് അവളൊരു ക്യൂട്ടായിട്ട് ഒരു അണ്ണൻ കുഞ്ഞിട്ടായിരുന്നു. ഹലോ ഹായ് എല്ലാവർക്കും ഷാക്ക്. റോസി പറയുന്നു, എടി അണ്ണാന് 2 ഡോളാ. അല്ലടി അണ്ണാൻ എങ്ങോട്ട് സംസാരിക്കൂ? 2 ഡോളല്ലേ? ഇല്ല, ടച്ച് ചെയ്ത് നോക്കൂ. റോസി ടച്ച് ചെയ്തപ്പോൾ ഫീൽ ആകട്ടെ. മച്ചി ഇത് ഫേക്കല്ല, റിയലാ മച്ചി എന്ന് റോസി പറഞ്ഞു. അതെ മച്ചി, റിയലാ അങ്ങനെ പറഞ്ഞു. ഫ്രണ്ടൊക്കെ ഷാക്കായി. ശരി, എനിക്കത് പ്രിയ തൊട്ടു. അതേ റിയല, ബാ നമുക്ക് കോളേജകത്ത് പോവാം. എല്ലാവരും അകത്ത് വന്ന് ഇരുന്നു. സീറ്റിലിരുന്ന് അവർ സംസാരിക്കുക. ക്യൂട്ടായി നല്ലടി. പ്രിയക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പ്രിയ പറയുന്നത്, മച്ചി ഇത് കഴിഞ്ഞപ്പോൾ കൊഞ്ചല്ലേ? സാറി ഡാഡി എപ്പോൾ ടച്ച് കൊഞ്ച. ഓക്കെ. അണ്ണാന് പറഞ്ഞു, ഞാനിവിടെ നോക്കിക്കോളാം. അണ്ണാന് പറഞ്ഞു. അണ്ണാനക്കും ഓരോന്നും ഫ്യൂച്ചർ ഭാവി എല്ലാം നോക്കാൻ അറിയൂ. കീർത്തിനോട് പറഞ്ഞു. അല്ല, ഒരു സീനിയർ നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു സീനിയർ പറയുന്ന ഒരാളുണ്ടല്ലേ? അണ്ണൻ, അത് നിനക്കും മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലേ? പറഞ്ഞത് ഓർമ്മ ഉണ്ട്. അവനെ എനിക്ക് കാട്ടി തരണം, മനസ്സിലായോ? ഞാൻ നോക്കിക്കോളാം. അണ്ണാനിരുന്നു ഒരു ബെഞ്ച്, അതിൽ എല്ലാം ഇരിക്കാൻ പറ്റും. അതിൽ കുറച്ച് ഒട്ട ഉണ്ടാകും. അതിൽ കണ്ണ് വെച്ച് തുറന്ന് വെഞ്ചിൻ്റെ അടിയിൽ പോയി ഇരുന്ന് അണ്ണൻ പോയി തായിരുന്നു. ആ സീനിയർ എന്ത് മണ്ടത്തരം ചെയ്യുന്നത് എന്നൊക്കെ ക്ലാസ് പോകുന്ന സീനിയർ. ഹായ് ഗേൾ, ഹീറോയിനും ഫ്ലൈറ്റ് അടിക്കാനേ. ഈ അണ്ണാനിക്ക് മനസ്സിലായി. ഓഹോ, ഇത് ഞാൻ ശരിയാക്കാം. അണ്ണാണ് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇവനിക്ക്
വെച്ച് രാപ്പം ഞാൻ അണ്ണൻ ഒരിടത്ത് വെച്ച് ഒരു ബെഞ്ച് പറഞ്ഞ് അത് ടീച്ചറുടെ ബെഞ്ചാണ്. ആ ടീച്ചറുടെ ബെഞ്ചിൽ അട്ടിലാണുള്ളത്. ടീച്ചർക്ക് ഒന്നും അറിയില്ല. ടീച്ചർ ക്ലാസ് എടുക്കായിരുന്നു. ക്ലാസ് ടീച്ചർ വന്ന് അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. അണ്ണനെല്ലാം ശ്രദ്ധിച്ചായിരുന്നു. ശരി ശരി. പിന്നെ സ്റ്റുഡൻസ് ഇത് നോട്ട് നാളെ ഞങ്ങൾ ടെസ്റ്റ് എഴുതി വരണം അങ്ങനെ പറഞ്ഞ് ടീച്ചർ അവിടെ നിന്ന് പോയി. അണ്ണൻ എവിടെ പോയി? അണ്ണൻ എല്ലാവരും പോയ പിന്നെ അണ്ണൻ ഒരു തുള്ളി സീനിയർ എന്തെല്ലാം മണ്ടത്തരം കാട്ടി ഹീറോയിനെ സൈറ്റ് ഇടിച്ചത് അതുമാത്രമല്ല ഫോട്ടോ എടുത്തൊരു കാര്യം പറഞ്ഞു. ഓ ഈ സീനിയർക്ക് ഇങ്ങനെ പോയോ? സീനിയർ എനിക്ക് പ്രൊപ്പോസ് ചെയ്തായിരുന്നു, ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഇത് കാര്യം അണ്ണനോട് പറഞ്ഞു. അണ്ണൻ വായിക്കൈ വെച്ച് സത്യമാണോ? അതെ അതെ. അണ്ണൻ പറഞ്ഞു എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് അവനും ഒന്നുമല്ല. അത് മനസ്സിലായോ? അക്സെപ്റ്റ് ചെയ്യേണ്ട അണ്ണൻ പറഞ്ഞു. ശരി അണ്ണാന്ന് പറഞ്ഞു. അതെ PTS മെമ്പർ ടയർഡായിരുന്നു. അവർ വന്നു. ടയർഡായി പോയല്ലോ. അവർ വന്ന് അവർ ഹോട്ടലിൽ താമസിക്കായിരുന്നു. അതെ അതെവിടെ? അതൊരു പ്ലേസാണ്. നെക്സ്റ്റ് ഇന്ത്യക്ക് പോകണം. ശരി ഓക്കെ. ഇന്ത്യയിൽ പോയിട്ട് അവിടേക്ക് എത്തണം. കുറച്ച് അവിടെ എയർപോർട്ടിൽ ഇറങ്ങി ഡൽഹിയിൽ അവർ താമസിച്ചു. നെക്സ്റ്റ് റൈറ്റത് വരാം എന്ന് പറഞ്ഞു. അവർ ഡൽഹിയിൽ ഇറങ്ങിയായിരുന്നു. ഹോട്ടലിൽ താമസിച്ചായിരുന്നു. അങ്ങനായിട്ട് ഹീറോ നൈറ്റായി. ഇപ്പം സാറില്ല, ഇപ്പം പോരപ്പെടാം. അങ്ങനായിട്ട് ഫ്ലൈറ്റിൽ കയറി ഇന്ത്യക്ക് വന്നെത്തി. അവിടുന്ന് അവർ വീട്ടിലൊക്കെ വന്നു. ഇത് അവസ്ഥയാണല്ലോ. അതായത് ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. ഗസ്റ്റ് ഹൗസിനെ സംബന്ധിച്ച് പറഞ്ഞു. അതെല്ലാവരും ഗസ്റ്റ് ഹൗസിലകത്ത് വന്നു. അതിൻ്റെ ഡാഡിക്കും മമ്മിക്കും കൺഫ്യൂസ് ആയിരുന്നു. ഇവളെവിടെ പോയി? അത് കാണാമല്ലോ. കീർത്തി എവിടെ പോയി? അയ്യോ സോറി ഡി, അവൾക്ക് കുറച്ച് ജോലി കിട്ടും, അവളിപ്പോൾ എത്തും എന്ന് അമ്മയോട് സമാധാനമാക്കിയത്. ബോയ്സ് 7 പേര് വന്നിടത്ത് ഒരു മാസ്ക് ഇട്ടായിരുന്നു. ഇത് ഹീറോയിൻ മമ്മിക്ക് ആരെ ഇവരാരാ? ടെൻഷനാകാൻ PTS മാർജ് ആരാ വന്ന് പറഞ്ഞത്? സാർ ഞാൻ ആണ് എൻ്റെ പേര് പറഞ്ഞു. നിങ്ങൾ ഇവരെണ്ണല്ല അതേന്നു പറഞ്ഞ അകത്ത് വന്നു. PTS മെമ്പർ 7 പേർ മാസ്ക് ഊറി. ഇത് കണ്ട ഹീറോയിൻ മമ്മിക്ക് ഷാക്ക്. എന്ത് ഇവരെ കണ്ടല്ലോ എൻ്റെ മക്കള് ഫേസ്ബുക്ക് നോക്കുക. എന്നിട്ട് PTS സോങ്സ് ഡാൻസ് കളിക്കുക. ഹീറോയിന് മൈ ഹോപ്പി എന്ന പാട്ട്. മൈ ക്രഷ് മമ്മിയില് പോമോ നല്ല ഫോട്ടോ തീരെ അടിക്കായിരുന്നു. ഇത് കണ്ട മമ്മി ഇവരെ വന്നെത്തിയോ? എന്ത് നടക്കും അറിയില്ലല്ലോ എന്നൊരു ടെൻഷനായിരുന്നു മമ്മിക്ക്.